നമസ്കാരം. കെ ടി ജലീലിനെതിരെ പി വി അൻവർ രംഗത്ത്. എന്താണ് അൻവറിന്റെ ലക്ഷ്യം? എന്താണ് അൻവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. കെ ടി ജലീലും പി വി അൻവറും ഉറ്റ ചങ്ങാതിമാരായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എപ്പോഴാണ് ഇവരുടെ ബന്ധം വഷളാകുന്നത്? പി വി അൻവർ ഭരണപക്ഷത്തിന്റെ ഭാഗമായിരുന്ന സമയത്ത് ഭരണപക്ഷത്തിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ നിരവധി നുണപ്രചാരണങ്ങളുമായി രംഗത്തേക്ക് വരികയാണ്. കസ്റ്റംസ് പിടിക്കാത്ത സ്വർണം കേരള പോലീസ് പിടിക്കുന്നു. അതാണ് പി വി അൻവറിന്റെ പ്രശ്നം. അതുമായി ബന്ധപ്പെട്ട് പി വി അൻവർ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. കുറെ സ്വർണ്ണ കള്ളക്കടത്ത് സംഘത്തിന്റെ ബൈറ്റുകൾ പുറത്തേക്ക് വിടുന്നു. അങ്ങനെ ആഭ്യന്തര വകുപ്പിനെ വട്ടമിട്ട് ആക്രമിക്കുകയാണ് പി വി അൻവർ. ഈ ഘട്ടത്തിൽ പി വി അൻവർ കെ ടി ജലീലും കൂടെ നിൽക്കുമെന്ന് കരുതി. പക്ഷേ കെ ടി ജലീൽ പി വി അൻവറിനൊപ്പം കൂടെ നിന്നില്ല. മാത്രവുമല്ല, പി വി അൻവർ ഉന്നയിച്ച ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞത് സ്വർണ്ണ കള്ളക്കടത്ത് സംഘത്തിന്റെ ഏജന്റുമാരെ പോലെ പി വി അൻവർ പെരുമാറുന്നു എന്നാണ്. തീർച്ചയായും അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കുമ്പോൾ അത് തന്നെയാണ് നമുക്ക് തോന്നിപ്പോകുന്നത്. അതായത്, കസ്റ്റംസ് പിടിക്കാത്ത സ്വർണം കേരള പോലീസ് പിടിക്കുന്നത് നല്ലതല്ലേ? അത് കേരള പോലീസിന്റെ മികവല്ലേ? ആഭ്യന്തര വകുപ്പിന്റെ മികവല്ലേ? ഇവിടെ എവിടെയാണ് വീഴ്ചയുള്ളത്? എന്നാൽ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ച പി വി അൻവർ രംഗത്തേക്ക് വന്നു. അത് മുക്കുകയാണ്, കക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് നിരവധി അന്വേഷണങ്ങൾ നടത്തി. അന്വേഷണത്തിനൊടുവിൽ പി വി അൻവർ പറഞ്ഞതൊക്കെ വെറും പെരുന്നുണയാണെന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഈ ഘട്ടത്തിലൊക്കെ കെ ടി ജലീൽ തനിക്ക് കൂടെ ഉണ്ടാകുമെന്ന് പി വി അൻവർ വിചാരിച്ചു. പക്ഷേ ഒരു ഘട്ടത്തിലും കെ ടി ജലീൽ കൂടെ നിന്നില്ല. സർക്കാരിനൊപ്പം നിന്നു, സത്യത്തിനൊപ്പം നിന്നു. മാത്രവുമല്ല, പി വി അൻവറിനെ തള്ളാനും തള്ളിപ്പറയാനും എന്തായാലും കെ ടി ജലീൽ തയ്യാറായി. കെ ടി ജലീൽ ഇതിനിടയിൽ ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നുണ്ടായിരുന്നു. അന്ന് മാധ്യമങ്ങൾ കൊടുത്ത വാർത്ത അൻവറിന്റെ പാർട്ടിയിലേക്ക് കെ ടി ജലീൽ പോകുന്നു എന്നതായിരുന്നു. എന്നാൽ ആഭ്യന്തര വകുപ്പും ഒപ്പം പോലീസ് സംവിധാനങ്ങളുമെല്ലാം മികച്ചതാണ് എന്ന് പറയാനായിരുന്നു കെ ടി ജലീൽ അന്ന് വാർത്താ സമ്മേളനം നടത്തിയത്. ആ വാർത്താ സമ്മേളനത്തിൽ പി വി അൻവറിന് നല്ല പൊട്ടും കൂട്ടുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഇവരുടെ ബന്ധം വഷളാകുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇപ്പതാ പുതിയൊരു നമ്പറുമായി പി വി അൻവർ രംഗത്തേക്ക് വരുന്നു. അതായത്, വെള്ളാപ്പള്ളി നടേശനോട് ഉപമിക്കുകയാണ് കെ ടി ജലീലിനെ. മാത്രവുമല്ല, ഒരു വർഗീയവാദിയുടെ ചാപ്പ് കുത്താൻ വേണ്ടി പരോക്ഷമായിട്ടുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. വർഗീയതക്കെതിരെ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല കെ ടി ജലീൽ എന്നൊക്കെയാണ് പി വി അൻവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അൻവർ എന്ന് പറയുന്ന വ്യക്തിയേക്കാൾ നല്ല ക്വാളിറ്റിയുള്ള ഒരു വ്യക്തിയും വർഗീയതക്കെതിരെ പോരാടുന്ന വ്യക്തിയുമാണ് കെ ടി ജലീൽ എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അദ്ദേഹം നിരവധി തവണ അത് തെളിയിച്ചിട്ടുള്ളതാണ്. വർഗീയതക്കെതിരെ അതിശക്തമായ ശബ്ദം ഉയർത്തിയിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ ഇന്നും വർഗീയവാദികൾക്കെതിരെ പോരാടുന്ന ഒരാളാണെന്ന് 24 മണിക്കൂറും പറഞ്ഞു നടന്നുകൊണ്ട് കാര്യമില്ല. അങ്ങനെ പറയുന്ന ആളുകളെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. എന്തായാലും കെ ടി ജലീൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളല്ല. അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെ നമ്മളെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ ഇദ്ദേഹത്തിനെതിരെ ഒരു ആക്രമണം നടത്തിക്കൊണ്ട്, ഇദ്ദേഹത്തിനെ ആക്രമിച്ചുകൊണ്ട് പി വി അൻവർ മാധ്യമങ്ങളിലൂടെ മറ്റു രീതിയിലുള്ള നീക്കമാണ് നടത്തിയിട്ടുള്ളത്. പി കെ ഫിറോസിനെ സംരക്ഷിക്കുക, യൂത്ത് ലീഗിനെയും മുസ്ലിം ലീഗിനെയും സുഖിപ്പിക്കുക, വരാൻ പോകുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും UDF ഭാഗമാകുക. അതിനുവേണ്ടി ഇവിടെ പി കെ ഫിറോസിനെ സംരക്ഷിക്കുകയാണ്. പി കെ ഫിറോസിനെതിരെ കെ ടി ജലീൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി പി വി അൻവർ എന്ന് പറയുന്ന വാപോയ കോടാലി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് നട്ടാൽ കുരുക്കാത്ത കുറെ പെരുന്നുണകൾ പറയുന്നു. ഖുർആനൊക്കെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റരുത് എന്നൊക്കെ ഉപദേശിക്കുന്നു. അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല വിശ്വാസമുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഖുർആനിൽ തൊട്ട് സത്യം ചെയ്തത്. അങ്ങനെ സത്യം ചെയ്യാൻ എത്ര പേർക്ക് കഴിയുമെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ആർക്കും കഴിയില്ല എന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. പി കെ ഫിറോസിനെതിരെ ഉന്നയിച്ചിട്ടുള്ള പല ആരോപണങ്ങളിലും സ്വാഭാവികമായും എന്താണ് കാണാൻ സാധിക്കുന്നത്? സാമ്പത്തിക ക്രമക്കേടുകളാണ്. വേലയും കൂലിയും ഇല്ലാത്ത പി കെ ഫിറോസ് എങ്ങനെ വലിയ സാമ്പത്തിക സ്രോതസ്സുകൾക്കുടമയായി, എങ്ങനെ കോടിപതിയായി എന്ന ചോദ്യം കെ ടി ജലീൽ ഉന്നയിച്ചത് ഉണ്ടയില്ല വെടിയിലൂടെ ആയിരുന്നില്ല. തെളിവുകൾ പുറത്തേക്ക് വിട്ടായിരുന്നു. അദ്ദേഹം നിരവധി തെളിവുകൾ പുറത്തേക്ക് വിടുന്ന സാഹചര്യം ഉണ്ടായി. ആ തെളിവുകൾക്കൊന്നും പി കെ ഫിറോസിന് ഇതുവരെ മറുപടി പറയാൻ കഴിഞ്ഞില്ല. പി കെ ഫിറോസ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പോലും കെ ടി ജലീൽ പറഞ്ഞത് മുഴുവൻ ശരിയാണെന്ന് ശരിവെക്കുന്ന രീതിയിലായിരുന്നു. മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യത്തിന് പോലും പി കെ ഫിറോസിന് മറുപടി നൽകാൻ കഴിയാത്തത് മൂലം പി കെ ഫിറോസും മുസ്ലിം ലീഗും യൂത്ത് ലീഗും ഒക്കെ പെട്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് എല്ലാവരുടെയും ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടി കെ ടി ജലീലിനെതിരെ ആക്രമണം നടത്തിക്കൊണ്ട് വാർത്തയെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ പി വി അൻവർ ശ്രമം നടത്തിയത്. ഇവിടെയാണ് കെ ടി ജലീൽ എന്ന് പറയുന്ന ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കെ ടി ജലീലിന് ഉദ്ദേശമെല്ലാം മനസ്സിലായി. പി വി അൻവറിന്റെ ലക്ഷ്യം മനസ്സിലായി. അദ്ദേഹം അതിൽ കയറി പിടിക്കുന്നില്ല. ഒരു വാപോയ കോടാലിയുടെ പുറകെ പോകേണ്ട കാര്യമില്ല എന്ന് കെ ടി ജലീൽ നിലപാടെടുത്തിരിക്കുന്നു. കെ ടി ജലീൽ പി കെ ഫിറോസിനെതിരെ നിരന്തരം പല ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. തിരിച്ചും ചില ആരോപണങ്ങളും ചില സംഭവങ്ങളും ഒക്കെ കെ ടി ജലീലിനെതിരെയും ഉന്നയിക്കുന്നുണ്ട്. കെ ടി ജലീലിനെതിരെ മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണം ഉന്നയിച്ചു. അന്വേഷണം നേരിടാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. കെ ടി ജലീൽ നൽകിയ മറുപടി ഇങ്ങനെയാണ്: 1000 വട്ടം തയ്യാർ.
മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതൊരു അന്വേഷണത്തിനും 1000 വട്ടം തയ്യാർ. UDF സർക്കാരിന്റെ കാലത്ത് അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് 17/2/2016 മലപ്പുറം കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന DLPC യോഗത്തിന്റെ മിനിറ്റ്സ് ഇമേജിൽ കൊടുക്കുന്നു. എല്ലാ ലീഗുകാരും ഒരു വട്ടം അതൊന്ന് മനസ്സിരുത്തി വായിക്കുക. DLPC തീരുമാനപ്രകാരം നിലവിൽ സർവകലാശാലയ്ക്ക് വാങ്ങിയ സ്ഥലം ജില്ലാ കളക്ടർ സെന്റ് 1-ന് 1,70,000 വില നിശ്ചയിച്ച് 17/2/2016 തന്നെ ഇറക്കിയ വില നിർണയ സാക്ഷ്യപത്രവും ശ്രദ്ധിക്കുക. അതും ഇമേജിലുണ്ട്. റബ്ബെ ആരെയും പേടിക്കേണ്ട, സാക്ഷാൽ റബ്ബിനെ ഭയപ്പെടേണ്ട, അവൻ എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാകുന്നു. ഫിറോസ് ലഭ്യമായ ഇമ്മിണി വലിയ രേഖകൾ ലീഗ് നിയമസഭാ പാർട്ടി ലീഡർക്ക് കൈമാറുക. അദ്ദേഹമോ യൂത്ത് ലീഗ് മുൻ സംസ്ഥാന സെക്രട്ടറി M ഷംസുദ്ദീനോ മുൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി TV ഇബ്രാഹിമോ സഭയിൽ ഒരു ക്ഷണിക്കലോ അടിയന്തര പ്രമേയമോ അവതരിപ്പിക്കാൻ പറയുക. കോഴിക്കോട് വലിയങ്ങാടിയിൽ മൈക്ക് കെട്ടി പ്രസംഗിക്കേണ്ട കാര്യങ്ങളല്ല സർവകലാശാല ഭൂമി പ്രശ്നം. അത് സഭയ്ക്കകത്ത് കൊണ്ടുവരാൻ തിരൂർ MLA കുറുക്കുവളിയെയോ തിരൂർക്കാരനായ മണ്ണാർക്കാട് MLA N ഷംസുദ്ദീനെയോ ചുണയുണ്ടെങ്കിൽ ചുമതലപ്പെടുത്തുക. ബാക്കി സഭയിൽ ആധികാരികമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദു പറയും. അതും കേട്ട് എല്ലാ ലീഗുകാർക്കും പിരിഞ്ഞു പോകാം എന്നാണ് KT ജലീൽ പറഞ്ഞത്. KT ജലീലിനെതിരെ ഉയർന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് ഏതൊരു അന്വേഷണത്തിനും തയ്യാറാണെന്ന് KT ജലീൽ പറയുന്നു. PK ഫിറോസ് ആകട്ടെ ഒഴിഞ്ഞു മാറുകയാണ്. PK ഫിറോസ് നൽകുന്ന മറുപടിയിൽ ആരും തൃപ്തനല്ല. എത്രയധികം ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ഇദ്ദേഹത്തിന് ഗൾഫിൽ ഒരു സ്ഥാപനത്തിൽ ജോലിയുണ്ടെന്നും ആ ജോലിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് 22,000 ദിർഹം കിട്ടുന്നുണ്ടെന്നും ഒക്കെ ഉള്ള പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി. ധോത്തി ചലഞ്ചുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ഒരു ക്രമക്കേട് നടത്തിയിട്ടുണ്ട്. 200 രൂപയുടെ മുണ്ടുകൾ 700 രൂപയ്ക്ക് വിറ്റുവെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ നിരവധി ആരോപണങ്ങളാണ് ഇതിനോടകം തന്നെ KT ജലീൽ ഉന്നയിച്ചിട്ടുള്ളത്. ഒന്നിന് പോലും ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ സഭയിലേക്ക് ക്ഷണിക്കുകയാണ് ലീഗ് നേതാക്കളെ. നിങ്ങൾ എനിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ സഭയിൽ ഉന്നയിക്കൂ എന്ന് പറയുകയാണ്. എന്തായാലും KT ജലീലിന്റെ ഇപ്പോഴത്തെ പോക്ക് കറക്റ്റായ വഴിയിലാണ്. ആ വഴിയിലെ അദ്ദേഹത്തിന്റെ പോക്ക്, ആ പോരാട്ടം, അതൊക്കെ ഭയന്ന ലീഗും മുസ്ലിം ലീഗും നിൽക്കുമ്പോൾ വരികയാണ് നിലമ്പൂരിൽ തേഞ്ഞൊട്ടിയ PV അൻവർ. PV അൻവർ KT ജലീലിനെ ആക്രമിക്കാൻ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ സത്യത്തിൽ PK ഫിറോസിനെ സംരക്ഷിക്കാനാണ് അദ്ദേഹത്തിന്റെ പോരാട്ടമെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? PV അൻവറിനെ സമൂഹ മാധ്യമങ്ങളിൽ വലിച്ചൊട്ടിക്കുകയാണ്. സ്വർണ്ണ കള്ളക്കടുത്ത് സംഘം പോലും സംസാരിക്കാത്ത രീതിയിൽ PV അൻവർ നടത്തിയിട്ടുള്ള പല പ്രതികരണങ്ങളും നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് PV അൻവർ എന്ന് പറയുന്ന ഈ കാക്ക എത്ര കുളിച്ചാലും കൊക്കാകില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാണ്. KT ജലീൽ തിരിച്ചടിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ PV അൻവറും നിലംപരിശായി പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും ഓണത്തിനിടയ്ക്ക് കൂട്ടുകച്ചവടം പോലെ PV അൻവറും മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടാനും യൂത്ത് ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ മമത പിടിച്ചുപറ്റാനും വേണ്ടിയൊക്കെ കാണിച്ചു കൂട്ടുന്ന ഈ കാട്ടിക്കൂട്ടലുകൾ കാണുമ്പോൾ സിനിമയിലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒരു അവാർഡിന് സാധ്യതയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു വെക്കുകയാണ്. KT ജലീൽ എന്ന് പറയുന്ന ആ വൻമരത്തിനെ എന്തായാലും ഇപ്പൊ പിഴുതെറിഞ്ഞു കളയാമെന്ന് വിചാരിച്ച് PV അൻവർ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ പരിഹാസ കഥാപാത്രമായി കൂടുതൽ മാറുകയാണെന്ന് പറയാതെ വയ്യ. എന്തായാലും PV അൻവർ എന്ന് പറയുന്ന വ്യക്തി എന്ന രാഷ്ട്രീയക്കാരൻ ഇനി ഏത് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകും എന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ ഇവിടെയും അവസാനിക്കുന്നില്ല. പല പാർട്ടികളിലും പോയി. ഇപ്പോൾ മമതാ ബാനർജി OLX-ൽ മേടിച്ചിട്ടുള്ള നമ്മുടെ PV അൻവർ ഇനിയും വരും ദിവസങ്ങളിൽ പുതിയ പൊറാട്ട് നാടകങ്ങളുമായി രംഗത്തേക്ക് വരും. അയാളുടെ ലക്ഷ്യം UDF-ന്റെ ഭാഗമായി മാറുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അയാൾ ഇതല്ല ഇതിനപ്പുറവും പറയുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.